ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എസ് ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 2 കൊറിന്തോസ് 11-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2 കൊറിന്തോസ് അധ്യായം 11-ൽ എത്ര ശീർഷകങ്ങളുണ്ട്? അവ ഏതെല്ലാം? ഉത്തരം 2 ശീർഷകങ്ങൾ. 1 കപട അപ്പസ്തോലന്മാർ, 2 അപ്പസ്തോലൻ്റെ സഹനം. രണ്ടാമത്തെ ചോദ്യം, അല്പം ഡാഷ് സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം ഭോഷത്വം. അല്പം ഭോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 3 നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് എന്ത് കാണിക്കുന്നുണ്ടല്ലോ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം സഹിഷ്ണുത. 4 പൗലോസ്ലീഹയ്ക്ക് കോറിന്തോസുകാരോട് തോന്നുന്നത് എന്താണ്? ഉത്തരം ദൈവികമായ അസൂയ. 5 കോറിന്തോസുകാരെ ക്രിസ്തുവിന് സമർപ്പിക്കുന്നതിന് വേണ്ടി പൗലോസ്ലീഹ എന്താണ് ചെയ്തത്? ഉത്തരം ക്രിസ്തുവുമായി അവരുടെ വിവാഹ നിശ്ചയം നടത്തി. 6 കോറിന്തോസുകാരെ എങ്ങനെയാണ് പൗലോസ്ലീഹ ക്രിസ്തുവിന് സമർപ്പിച്ചത്? ഉത്തരം നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ. 7 ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചത് ആരാണ്? ഉത്തരം സർപ്പം. 8 പൗലോസ്ലീഹ ഭയപ്പെട്ടത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം കോറിന്തോസുകാരുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കുമോ എന്ന്. 9 ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങും. 10 ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് പൗലോസ്ലീഹായുടെ വിശ്വാസം. ഉത്തരം ഈ അപ്പസ്തോല പ്രമാണികളേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് പൗലോസ്ലീഹ വിശ്വസിക്കുന്നത്. 11 പൗലോസ്ലീഹയ്ക്ക് എന്ത് കുറവായിരിക്കാമെന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം പ്രസംഗ ചാതുര്യം. 12 പൗലോസ്ലീഹ എന്തിലാണ് പിന്നോക്കമല്ലാത്തത്? ഉത്തരം അറിവിൽ. 13 എല്ലാ കാര്യങ്ങളിലും എല്ലാ വിധത്തിലും ഇത് ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഏത്? ഉത്തരം പ്രസംഗ ചാതുര്യം കുറവായിരിക്കാം എങ്കിലും അറിവിൽ ഞാൻ പിന്നോക്കമല്ല എന്ന്. 14 പൗലോസ്ലീഹ പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചത് എന്താണ്? ഉത്തരം ദൈവത്തിൻ്റെ സുവിശേഷം. 15 ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് പൗലോസ്ലീഹ തന്നെ താഴ്ത്തിയത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം കോറിന്തോസുകാരുടെ ഉത്കർഷത്തിന് വേണ്ടി. 16 മറ്റ് സഭകളിൽ നിന്നും സഹായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ കവർച്ച ചെയ്യുകയായിരുന്നു. എന്തിനു വേണ്ടി? ഉത്തരം നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി. നിങ്ങളെന്ന് പറഞ്ഞാൽ കോറിന്തോസുകാരെ.
17 നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി മറ്റ് സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ ഡാഷ് ചെയ്യുകയായിരുന്നു. ഉത്തരം കവർച്ച ചെയ്യുകയായിരുന്നു. 18 കൊറിന്തോസുകാരുടെ കൂടെ ആയിരുന്നപ്പോൾ പൗലോസ്ലീഹായ്ക്ക് എന്താണ് ഉണ്ടായത്? ഉത്തരം ഞെരുക്കം. 19 കൊറിന്തോസുകാരുടെ കൂടെ ആയിരുന്നപ്പോൾ പൗലോസ്ലീഹായുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തത് ആരാണ്? ഉത്തരം മക്കദോനിയായിൽ നിന്നും വന്ന സഹോദരന്മാർ. 20 ക്രിസ്തുവിൻ്റെ സത്യം എന്നിലുള്ളതുകൊണ്ട് എൻ്റെ ഈ പ്രശംസ എവിടെ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം അക്കായിയ പ്രദേശങ്ങളിൽ. 21 എന്ത് എന്നിലുള്ളതുകൊണ്ട് എൻ്റെ ഈ പ്രശംസ അക്കായിയ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്നാണ് സ്ലീഹ പറയുന്നത്. ഉത്തരം ക്രിസ്തുവിൻ്റെ സത്യം. 22 എന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടോ? അങ്ങനെയല്ലെന്ന് ആർക്കറിയാം എന്നാണ് സ്ലീഹ പറയുന്നത്. ഉത്തരം ദൈവത്തിന്. 23 ആരുടെ അവകാശവാദമാണ് ഞങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്യും എന്ന് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം തങ്ങളുടെ പ്രേഷിതവേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപു പറയുന്നവരുടെ അവകാശവാദം. 24 ആരെല്ലാമാണ് സ്ലീഹായുടെ പ്രേഷിതവേല പോലെ തന്നെയാണ് ഞങ്ങളുടേതും എന്ന് അവകാശപ്പെടുന്നത്? ഉത്തരം കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരും. 25 പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുള്ളത് ആരാണ്? ഉത്തരം പിശാച്. 26 പിശാച് പോലും ആരായിട്ടാണ് വേഷം കെട്ടാറുള്ളത്? ഉത്തരം പ്രഭാപൂർണനായ ദൈവദൂതനായിട്ട്. 27 പിശാചിൻ്റെ ശുശ്രൂഷകർ ആരായിട്ടാണ് വേഷം കെട്ടുന്നത്? ഉത്തരം നീതിയുടെ ശുശ്രൂഷകരായിട്ട്. 28 പിശാചിൻ്റെ ശുശ്രൂഷകരുടെ എന്താണ് അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കുന്നത്? ഉത്തരം പരിണാമം. 29 2 കൊറിന്തോസ് 11 അധ്യായത്തിലെ അവസാനത്തെ ശീർഷകം ഏതാണ്? ഉത്തരം അപ്പസ്തോലൻ്റെ സഹനം. 30 എന്നെ ആരായിട്ട് ആരും കരുതരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ഭോഷനായിട്ട്. 31 എന്നെ ഭോഷനായി കരുതുകയാണെങ്കിൽ ഭോഷനായി തന്നെ സ്വീകരിക്കുവിൻ എന്ന് സ്ലീഹ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം പൗലോസ്ലീഹായ്ക്ക് ആത്മപ്രശംസ ചെയ്യേണ്ടതിന് വേണ്ടി. 32 സ്ലീഹ സംസാരിക്കുന്നത് എങ്ങനെയല്ല എന്നാണ് പറയുന്നത്? ഉത്തരം കർത്താവിൻ്റെ അധികാരത്തോടെയല്ല സ്ലീഹ സംസാരിക്കുന്നത് എന്ന്. 33 കർത്താവിൻ്റെ അധികാരത്തോടെയല്ല പിന്നെ എങ്ങനെയാണ് സ്ലീഹ സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്? ഉത്തരം ആത്മപ്രശംസയിലുള്ള ദൃഢവിശ്വാസത്തോടെയാണ് സ്ലീഹ സംസാരിക്കുന്നത്. 34 ആരെപ്പോലെയാണ് പൗലോസ്ലീഹ സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്?
ഉത്തരം ഒരു ഭോഷനെ പോലെ. 35 പലരും എന്തിനെപ്പറ്റി പ്രശംസിക്കാറുള്ളത് പോലെ ഞാനും പ്രശംസിക്കുമെന്നാണ് ശ്ലീഹ പറയുന്നത്. ഉത്തരം ലൗകിക കാര്യങ്ങളെപ്പറ്റി. 36 ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് സന്തോഷപൂർവ്വം എന്ത് കാണിക്കാറുണ്ടല്ലോ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്ന്. 37 ആരോടൊക്കെയാണ് കോറിന്തോസുകാർ സഹിഷ്ണുത പുലർത്തുന്നത്? ഉത്തരം നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട്. 38 അതിനൊന്നും ഞങ്ങൾക്ക് ശക്തിയില്ലായിരുന്നെന്ന് പൗലോസ്ലീഹ എപ്രകാരമാണ് പറയുന്നത്? ഉത്തരം ലജ്ജയോടെ. 39 എന്തിനെക്കുറിച്ച് പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടുമെന്ന് ഒരു ഭോഷനെ പോലെ ശ്ലീഹ പറയുന്നത് എന്താണ്? ഉത്തരം ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും. 40 2 കൊറിന്തോസ് 11:22 ഞാനും അതെ എന്ന് എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? ഉത്തരം 3 പ്രാവശ്യം. 41 പൗലോസ്ലീഹ ആരെയെല്ലാം താരതമ്യം ചെയ്താണ് 3 പ്രാവശ്യം അതെ എന്ന് പറയുന്നത്? ഉത്തരം ഹെബ്രായർ, ഇസ്രായേൽക്കാരൻ, അബ്രഹാത്തിൻ്റെ സന്തതികൾ എന്നിവരെ താരതമ്യം ചെയ്തു. 42 ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ് എന്ന് പൗലോസ്ലീഹ എപ്രകാരമാണ് പറയുന്നത്? ഉത്തരം ഉന്മത്തനെ പോലെ. 43 അവരെക്കാൾ കൂടുതൽ ഞാൻ എന്തനുഭവിച്ചു എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം കാരാഗൃഹവാസം. 44 പൗലോസ്ലീഹായ്ക്ക് എണ്ണമറ്റ വിധം ഏറ്റത് എന്താണ്? ഉത്തരം പ്രഹരം. 45 ശ്ലീഹ എത്ര തവണയാണ് മരണവക്ത്രത്തിൽ അകപ്പെട്ടത്? ഉത്തരം പലതവണ. 46 യഹൂദന്മാരുടെ കൈകളിൽ നിന്നും ഒന്നു കുറയെ 40 അടി വീതം ശ്ലീഹ കൊണ്ടത് എത്ര പ്രാവശ്യമാണ്? ഉത്തരം 5 പ്രാവശ്യം. 47 ആരുടെ കൈകളിൽ നിന്നാണ് ശ്ലീഹായ്ക്ക് 5 പ്രാവശ്യം ഒന്നു കുറയെ 40 അടി വീതം കൊണ്ടത്? ഉത്തരം യഹൂദരുടെ കൈകളിൽ നിന്നും. 48 ശ്ലീഹ വടി കൊണ്ട് അടിക്കപ്പെട്ടത് എത്ര പ്രാവശ്യമാണ്? ഉത്തരം 3 പ്രാവശ്യം. 49 എത്ര പ്രാവശ്യമാണ് കല്ലെറിയപ്പെട്ടത്? ഉത്തരം ഒരിക്കൽ. 50 എത്ര പ്രാവശ്യമാണ് ശ്ലീഹ കപ്പലപകടത്തിൽ പെട്ടത്? ഉത്തരം 3 പ്രാവശ്യം. 51 എത്ര ദിവസമാണ് കടലിൽ ഒഴുകി നടന്നത്? ഉത്തരം 1 രാത്രിയും 1 പകലും. 52 തുടരെയുള്ള യാത്രകൾക്കിടയിൽ ആരിൽ നിന്നെല്ലാമാണ് ശ്ലീഹായ്ക്ക് അപകടങ്ങൾ ഉണ്ടായത്? ഉത്തരം നദികളിൽ വച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും ശ്ലീഹായ്ക്ക് അപകടങ്ങളുണ്ടായി. 53 എവിടെയെല്ലാം വച്ചാണ് ശ്ലീഹ അപകടങ്ങളിൽ പെട്ടത്? ഉത്തരം നഗരത്തിൽ വച്ചും വിജനപ്രദേശത്ത് വച്ചും കടലിൽ വച്ചും ശ്ലീഹ അപകടങ്ങളിൽ പെട്ടു. 54 ആരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം
വ്യാജ സഹോദരരിൽ നിന്നുള്ള അപകടങ്ങൾക്കും. 55 കഠിന അധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും ജീവിച്ചത് ആരാണ്? ഉത്തരം പൗലോസ്ലീഹ. 56 വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും ഡാഷിലും ഞാൻ ജീവിച്ചു. പൂരിപ്പിക്കുക. ഉത്തരം നഗ്നതയിലും. വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു എന്ന്. 57 സ്ലീഹായെ അനുദിനം അലട്ടിക്കൊണ്ടിരുന്നത് എന്താണ്? ഉത്തരം സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ. 58 പൂരിപ്പിക്കാനാണ്. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ഡാഷ്? ഉത്തരം ബലഹീനനാകാതിരിക്കുന്നത്. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? 59 അതും പൂരിപ്പിക്കാനുള്ളതാണ്. ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം ഡാഷ് കത്തിയെരിയാത്തത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? 60 സ്ലീഹായ്ക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചായിരിക്കും പ്രശംസിക്കുന്നത്? ഉത്തരം സ്ലീഹായുടെ ബലഹീനതകളെക്കുറിച്ച്. 61 പൗലോസ്ലീഹ വ്യാജം പറയുകയല്ലെന്ന് അറിയുന്നത് ആരാണ്? ഉത്തരം കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം. 62 പൗലോസ്ലീഹായെ പിടികൂടുന്നതിന് വേണ്ടി ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തിയത് ആരാണ്? ഉത്തരം അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി. 63 സ്ലീഹായെ പിടികൂടുന്നതിന് വേണ്ടി അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി ഏത് നഗരത്തിലാണ് കാവലേർപ്പെടുത്തിയത്? ഉത്തരം ദമാസ്കസ് നഗരത്തിന്. 64 ദമാസ്കസ് നഗരത്തിൽ നിന്ന് പൗലോസ്ലീഹ ഏതിലൂടെയാണ് രക്ഷപ്പെട്ടത്? ഉത്തരം മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ. 65 മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ പൗലോസ്ലീഹ എപ്രകാരമാണ് രക്ഷപ്പെട്ടത്? ഉത്തരം മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ താഴേക്കിറക്കപ്പെട്ടു. 66 അങ്ങനെ അവൻ്റെ കൈകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ആരുടെ കൈകളിൽ നിന്ന്? ഉത്തരം അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതിയുടെ കൈകളിൽ നിന്ന്. ഇത്രയും ചോദ്യോത്തരങ്ങളാണ് 2 കൊറിന്തോസ് 11-ാം അധ്യായത്തിൽ നിന്ന് എഴുതിയിട്ടുള്ളത്. നമുക്ക് നന്നായി പഠിക്കാം. ലോഗോസ് ക്വിസിന് കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളല്ലോ, അപ്പോൾ നമുക്ക് നന്നായി പഠിക്കാം. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, സഹായിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.